സജ്ജന കളി എങ്ങനെയാണ്? കളി അടിപൊളിയായിരുന്നു, ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ സ്കോറൊക്കെ എല്ലാവരും കണ്ടല്ലോ, ഒരു ഗംഭീരമായിട്ടുള്ള വിജയമായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു കേരളത്തിൽ അവരാദ്യമായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർനാഷണൽ മാച്ചാണ്. സോ നല്ല നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. വിക്കറ്റിനെ പറ്റിയിട്ടെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. സോ ഒരു ഗംഭീര മാച്ചായിരുന്നു, ഭയങ്കര സന്തോഷം. ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യവട്ടത്ത് പൊതുവെ നല്ല കൂറ്റൻ സ്കോറുകൾ ഉയരാറുണ്ട്, അത് ഉണ്ടായില്ലെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും, ബിക്കോസ് നമ്മൾ ടോസ് വിൻ ചെയ്തിട്ട് ബാറ്റിംഗ് എടുത്തില്ല. മേ ബി നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഒരു 5 മാച്ച് ഉണ്ട്, അതിൽ 3 മാച്ച് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് മാച്ച് നമ്മൾ പരമ്പര അടിക്കാൻ വേണ്ടിയിട്ടേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് പുതിയ പിച്ചിന് മേ ബി നമ്മൾ ബോളിംഗ് എടുത്തിട്ടുണ്ടാവുക. സോ അടുത്ത 2 മാച്ചിൽ നമ്മൾ ബാറ്റിങ്ങിന് വിട്ടിട്ട് നമ്മളെ പിള്ളേർ എങ്ങനെ കളിക്കുന്നുണ്ട്, ആ ഒരു എത്രത്തോളം സ്കോർ നമുക്ക് അടിച്ചു കൂട്ടാൻ പറ്റുമെന്നുള്ള രീതിയിൽ വിടുമായിരിക്കും. സോ ഇപ്പം നമുക്ക് പരമ്പര കിട്ടി, ഇനി അടുത്തതിൽ നമ്മൾ ബാറ്റിംഗ് ടോസ് കിട്ടുമ്പോൾ നമ്മൾ ബാറ്റിംഗ് എടുത്ത് നല്ലൊരു സ്കോർ കണ്ടെത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ ടോസ് കിട്ടിയാൽ തന്നെ ബാറ്റിംഗ് എടുത്ത് മുന്നേറിയാൽ തന്നെ ഒരു 200+ സ്കോർ വരുമെന്ന് തോന്നുന്നു. കാരണം കോച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും 200+ സ്കോറിലേക്ക് കയറ്റാൻ കഴിയുമെന്നാണ്. തീർച്ചയായും നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കിയാൽ മതി. ഷഫാലിയും സ്മൃതിയും ക്ലിക്കായാൽ മാത്രം മതി. ഇന്ന് ഷഫാലി ഒറ്റയ്ക്കിരുന്ന് അടിച്ചിട്ടാണ് അത്ര എത്തിച്ചത്. സോ നമ്മളുടെ ബാറ്റിംഗ് ലൈനപ്പ് കുറച്ചുകൂടെ റൺസ് സ്കോർ ചെയ്താൽ ഇതെന്തായാലും 200+ പോകും. പിന്നെ ക്രിക്കറ്റാണ്, നമുക്ക് എന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാലും നമ്മളുടെ ബാറ്റിംഗ് ആൾക്കാർ ഫോം ആയാൽ തീർച്ചയായും 200+ പോകും. സ്കോർ 54 ആയപ്പോൾ ഷഫാലി 50 ആയി. ബാറ്റിങ്ങിനെ കുറിച്ച് ഇനി ഞാൻ എന്ത് പറയാൻ, എല്ലാവരും ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു. ഷഫാലിൻ്റെ കംബാക്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ടീമിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ച് ടീമിലേക്ക് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് അത് പ്രൂവ് ചെയ്തിട്ട് തന്നെ ഷഫാലി തിരിച്ചു വന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഈ ഫോം ഷഫാലി തുടർന്നു കൊണ്ടുപോകും. ഒരു കാര്യമുണ്ട്, ദീപ്തി ശർമ്മ കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നില്ല, രേണുകയും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരുമാണ് 7 വിക്കറ്റ് ഷെയർ ചെയ്തത്. ദീപ്തി ആകട്ടെ 1 ഡേയിലും 2020ലും 150 വിക്കറ്റ്സ് തികച്ചു. അപ്പോൾ ദീപ്തി വേൾഡ് കപ്പിൽ എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദീപ്തിയുടെ പെർഫോമൻസ്, ദീപ്തി ടീമിൽ ഭയങ്കര ഒരു ഓൾറൗണ്ട് മികവ് കാണിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ദീപ്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാവരെക്കാളും മുകളിൽ വരുന്ന ഒരു സാധനമാണ്. സോ ദീപ്തി ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. സോ ഇനിയും ദീപ്സ് ഓരോ വിക്കറ്റ് എടുക്കുമ്പോഴും ഓരോ ബാറ്റിംഗിൽ റൺസ് അടിക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. ശരി, ക്യൂട്ട് ഗേൾ വൈഷ്ണവി ശർമ്മ പുതിയ താരമാണ്, നന്നായി പന്തറിയുന്നത്. ബാറ്റ്സ്മാൻമാരെ എപ്പോഴും ഡിഫൻസീവിലേക്ക് കൊണ്ടുപോകുന്നൊരു ട്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. വൈഷ്ണവി അതെ, നല്ലൊരു എന്താ പറയുക, നമ്മുടെ പുതിയ യങ് ബ്ലഡുകൾക്ക് ഒരുപാട് അവസരം കിട്ടുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം, എന്നാൽ മാത്രമേ അവർ എന്തിനാണ് ഇത്രയും കൊല്ലം കഷ്ടപ്പെടുന്നത്, ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ, അതൊക്കെ BCC അവർക്ക് അവസരം കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം തന്നെ അവസരം കൊടുത്താൽ മാത്രമേ വലിയ വലിയ ഗെയിമുകൾ വരുമ്പോൾ നമുക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയുള്ളൂ. സോ അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഈ നാട്ടുകാർക്ക് നടുവിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയോ? തീർച്ചയായിട്ടും ഒരു പ്ലെയർ എന്ന നിലയിൽ നമ്മളുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബട്ട് ഇത്രയും നമ്മൾ വലിയ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല ഇന്ത്യൻ ടീം കളിച്ചതും WPL കളിച്ചതും. ബട്ട് ഒരു സീസൺ അല്ലെങ്കിൽ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് തളർന്നു പോകുന്നവരല്ല ആശ ചേച്ചിയും ഞാനും മുന്നും ഒക്കെ. സോ നെക്സ്റ്റ് WPL പെർഫോം ചെയ്ത് തിരിച്ചൊരു കംബാക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാവും. താങ്ക് യു.